ഹായ് കൂട്ടുകാരെ, ഉണക്കിയ മാങ്ങ കൊണ്ടുള്ള അഥവാ അടമാങ്ങ കൊണ്ടുള്ള ഒരു മോരുകറി. വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഉണക്കിയ മാങ്ങ അഥവാ അടമാങ്ങയും കൂടി ഒരു പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ്. മാങ്ങയും വെള്ളരിക്കയും മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കാൻ അടുപ്പത്ത് വയ്ക്കാം. പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൽച്ചട്ടിയിൽ അടുപ്പത്താണ് ഞാനിത് വെച്ചെടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടമാങ്ങയിൽ ഉപ്പുള്ളത് കൊണ്ട് പാകത്തിന് ചേർത്താൽ മതിയാകും. കുറച്ച് പച്ചരി, ഒരു വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറുജീരകം, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക്, 3 പച്ചമുളക്, ഒരു വലിയ നാളികേരം മുഴുവനായും. അരിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. ഒരു ഗ്ലാസ് നല്ല നെയ്യ് നീക്കിയ മോര്. നല്ല മോരാവണം, എങ്കിലേ കറി ഒരു രുചി ഉണ്ടാവുകയുള്ളൂ. ഈ മോരിലാണ് ഞാൻ അരപ്പെല്ലാം അരച്ചെടുക്കുന്നത്. ആ മോര് മിക്സിയുടെ വലിയ ജാറിൽ ഒഴിച്ചു കൊടുത്തു. പച്ചമുളക് ഇട്ടു. നാളികേരവും ജീരകവും കുരുമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ അരച്ചെടുക്കണം. പച്ചരി ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക കൊഴുപ്പുണ്ടായിരിക്കും. പച്ചരി ചേർക്കാതെയും ഉണ്ടാക്കാം. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വേവണം. വേണമെങ്കിൽ ഒന്ന് കുത്തി ഉടയ്ക്കാം. ഒപ്പം തന്നെ ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറുകി വന്നിരിക്കുകയാണ് കറി. നമുക്ക് കുറച്ച് ചാറ് വേണം, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല പോലെ തിളപ്പിച്ചെടുക്കാം. ഞാൻ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു പരുവായി വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളവും പറ്റില്ല, ഒരുപാട് കുറുകാനും പറ്റില്ല. ഇപ്പോൾ കറി തിളപ്പിച്ച് ഞാൻ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇതിലേക്കിനി വറുത്തിട്ട് കൊടുത്താൽ മതിയാകും. മഴക്കാലത്താണ് ഈ അടമാങ്ങക്കറി നല്ല രുചിയായിട്ട് വരിക. കടുകും ഉലുവയും കറുവേപ്പിലയും ഉണക്കമുളകുമാണ് വറുത്തിടുന്നത്. ഇത് നമ്മുടെ വയറിനും നല്ലതാണ്. നല്ലൊരു ഔഷധക്കറി കൂടിയാണ് ഇത്. നല്ല പെരുമഴ പെയ്യുമ്പോൾ ഇതൊഴിച്ച് ചോറുണ്ണുന്നത് നമ്മുടെ കണ്ണിനും നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊരു പഴയകാല കറിയാണ്. പാലക്കാടൻ മോരുകറി, അടമാങ്ങാക്കറി. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ. ഉപ്പും പുളിയും കറക്റ്റാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം മോര് ചേർക്കാൻ. ഇതാ സ്വാദിഷ്ടമായ അടമാങ്ങാക്കറി റെഡി.